കുവൈറ്റ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ആഗോള കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് ജോസഫ് കൊച്ചുപറമ്പിലിനെയും ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലിനെയും ആദരിച്ചു. സമ്മേളനത്തിൽ ഫാദർ ഫിലിപ്പ് നടത്തിയ പ്രഭാഷണം. അസോസിയേഷൻ കൂട്ടായ്മയാണല്ലോ. അപ്പൊ എന്ത് കൂട്ടായ്മയാണത്? സാംസ്കാരിക കൂട്ടായ്മയാണ്. എന്താണ് നമ്മുടെ സംസ്കാരം? അതാണ് ആദ്യത്തെ രണ്ട് വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സീറോ മലബാർ സംസ്കാരം തന്നെയാണ്. അത് എത്തി നിൽക്കുന്നത് നമ്മുടെ വിശ്വാസ പൈതൃകത്തിലേക്ക് തന്നെയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത് ഞാൻ കേട്ടു. മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ഒരു തലമുറയുടെ അനന്തരാവകാശികളാണ് നമ്മൾ. അത് ലോകത്ത് എവിടെ ചെന്നാലും, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ആണേലും കത്തോലിക്ക കോൺഗ്രസ് ആണേലും ഓരോ സീറോ മലബാർ സഭ അംഗവും ഈ പൈതൃകം പേരുന്നവരാണ്, അതിൽ അഭിമാനിക്കുന്നവരാണ്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സീറോ മലബാർ വിശ്വാസ സംസ്കാരമാണ്. ഇത് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്നാണ് അർത്ഥം. വെറും കൂട്ടായ്മയല്ല ഈ കോൺഗ്രസ്. ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ഉണ്ട്, അതുപോലെ അല്ല ഇത്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ കൂട്ടായ്മ നമ്മൾ തന്നെ വന്നു ചേർന്നൊരു കൂട്ടായ്മയല്ല, നമ്മളെ കൂട്ടിച്ചേർത്തൊരു കൂട്ടായ്മയാണിത്. ആരാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിലുള്ളത്? അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിന്റെ താളുകൾ മറിച്ചു നോക്കണം. അവിടെ വലിയ ശക്തമായ ഒരു ഉടമ്പടിയുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ആകാശത്തിലെ അനന്തകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ഈ ഭൂമിയെയും ഇതിലെ സർവ്വചരാചരങ്ങളെയും അനുനിമിഷം ഒരു കുറവും കൂടാതെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം കനിഞ്ഞ് താണിറങ്ങി വന്ന് ഒരു ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ തുടങ്ങുന്നതാണ് നമ്മളുടെ കത്തോലിക്ക കോൺഗ്രസിന്റെയും കത്തോലിക്ക സംസ്കാരത്തിന്റെയും സാംസ്കാരിക തുടക്കം. നമ്മൾ ദൈവജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനം. അതുകൊണ്ട് ഈ കൂട്ടായ്മ ആര് കൂട്ടിച്ചേർത്തതാണ്? ദൈവം കൂട്ടിച്ചേർത്ത കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് അതിൻ്റെതായ തനതാത്മകതയുണ്ട്, അതിൻ്റെതായ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല. കത്തോലിക്ക കോൺഗ്രസും ഇത് തന്നെയാണ് പറയുന്നത്. എന്താണ് കാത്തലിക് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ? കാത്തലിക് കോൺഗ്രസിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാത്തലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ടൊരു പ്രസ്ഥാനമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന. കത്തോലിക്ക സഭ അതാണ് കാണിക്കുന്നത്. കത്തോലിക്ക സഭയിലെ വിവിധ റീത്തുകളുണ്ട്. ഏറ്റവും വലിയ റീത്ത് ലാറ്റിൻ റീത്താണ്, നമുക്കറിയാം. അതിനോട് ചേർന്ന് പൗരസ്ത്യ റീത്തുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റീത്താണ് നമ്മുടെ സീറോ മലബാർ സഭ. പരിശുദ്ധ പിതാവിന് ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് നമ്മുടെ സഭയുടെ തനതായ പാരമ്പര്യങ്ങള് നമ്മൾ തുടർന്ന് പരിപാലിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഉതകുന്ന സംവിധാനങ്ങള് ഈ മിഡിൽ ഈസ്റ്റിലെ പരിശുദ്ധ പിതാവ് നമുക്ക് അനുവദിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ ഈ പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്താണ് നമ്മുടെ അമൂല്യമായ പാരമ്പര്യം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടില് നമ്മുടെ ഇടവകളിലേക്ക് നോക്കിയാൽ മതിയത്. സീറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യം ഞാൻ പറയും ഈ സഭയുടെ പള്ളിയോഗങ്ങളായിരുന്നു. പുരാതന കാലം തൊട്ട് ഈ സഭയിലെ കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് ഇവിടുത്തെ ദൈവജനമാണ്. ഇവിടെ വൈദികരായ രണ്ട് വൈദികർ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു വൈദികർ ഇവിടെ നിൽക്കുന്നുണ്ട്. കൂടുതൽ പേര് വരുമാനിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളൊക്കെ വൈദികരായത് ആർക്ക് വേണ്ടിയാണ്? ഞാൻ ഈ വെളുത്ത ഉടുപ്പ് ധരിച്ച് ഇവിടെ നിൽക്കുന്നതും ഈ കാപ്പിപ്പൊടി കളറുള്ള ഉടുപ്പ് ധരിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്മാർ അവിടെ ഇരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവജനത്തിന് വേണ്ടിയാണ്. ഈ ദൈവജനത്തിന്റെ അവിഭാജ്യ ഭാഗങ്ങളാണ് ഒരു വൈദികനും മെത്രാനും ഒരൽമായനും. ഈ ദൈവജനം എന്ന കാഴ്ചപ്പാട് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അവിടെ അച്ഛൻ, അൽമായൻ, മെത്രാൻ എന്ന് പറയുന്ന വ്യതിരിക്തതയല്ല നമ്മൾ എടുത്തു കാണിക്കേണ്ടത്, നമ്മുടെ കൂട്ടായ്മയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവജനമില്ലാതെ ഒരു വൈദികന് അസ്തിത്വമില്ല.
നമുക്കറിയാം, വൈദികരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഏതു തിരഞ്ഞെടുപ്പും ആ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞാൻ എനിക്ക് വേണ്ടി വൈദികനായതല്ല, ഞാൻ വൈദികനായിരിക്കുന്നത് ഈ ദൈവജനത്തിന് വേണ്ടിയാണ്. ആ ബോധ്യം വൈദികനായ എനിക്കുണ്ടായിരിക്കണം. ആ ബോധ്യം അൽമായരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. വൈദികനും അൽമായനും വിഭജിക്കപ്പെടാതെ ദൈവജനമെന്ന കാഴ്ചപ്പാടിൽ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ പാരമ്പര്യം അതാണ് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ കാലങ്ങളിൽ അതിനൊക്കെ കോട്ടമുണ്ടായിട്ടുണ്ടെന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു തിരിച്ചുപോക്ക് നമുക്ക് സാധ്യമാണ്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുവാൻ, വേരുകളിലേക്ക് ഒരു യാത്ര നടത്തുവാൻ എന്താണ് നമ്മുടെ തനിമയെന്ന് തിരിച്ചറിയണം. ഒരൽമായൻ വന്ന അച്ഛന്റെ മുമ്പിൽ നിന്ന് ഒച്ചാനിച്ച് നിൽക്കേണ്ടവനല്ല. ഈ അൽമായരായ സഹോദരങ്ങളും അച്ഛന്മാരും മെത്രാന്മാരും ഒരുമിച്ച് വേണം ദൈവത്തിന്റെ ഇഷ്ടം തേടുവാൻ. അതനുസരിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. ഓരോ ദൈവജനത്തിലെ അംഗത്തിനും ഇവിടെ അവകാശമുണ്ട്. അത് വൈദികരായ ഞങ്ങൾ മറക്കാൻ പാടില്ല, അത് നിങ്ങളും മറക്കാൻ പാടില്ല. സഭയെ നശിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നവരൊക്കെ ആദ്യമേ ചെയ്യുന്നത് എന്താണ്? ഈ വൈദിക അൽമായ വ്യതിരിക്തതയെ പർവ്വതീകരിച്ച് കാണിക്കുക തന്നെയാണ്. ഒരച്ഛനൊരു കുഴപ്പമുണ്ടായാൽ അത് പർവ്വതീകരിച്ച് കാണിച്ച് അച്ഛന്മാരെല്ലാം മോശക്കാരാണെന്ന് കാണിച്ചു കൊടുക്കും. ഒരൽമായന് കുഴപ്പമുണ്ടായാൽ സഭയിൽ മുഴുവൻ ഈ വിഭാഗീയതയാണെന്ന് പറഞ്ഞു വരുത്തും. പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ അറുതി വരുത്തണം. നമ്മൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ വളരണം. ആരുടെയും മുമ്പില് ഒച്ചാലിച്ച് നിൽക്കേണ്ടവരല്ല നമ്മൾ. നമുക്ക് നമ്മുടെ അസ്തിത്വമുണ്ട്. സിറോ മലബാർ കൾച്ചറൽ അസോസിയേഷനെ കുറിച്ച് എനിക്കുള്ള അഭിമാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോധ്യത്തില് ജീവിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിൽ വളർത്തുവാൻ ഏതറ്റം വരെ പോകുവാൻ തയ്യാറായവരാണ് നിങ്ങൾ.